ഒടുവിൽ നമ്മുടെ രാധികാമ്മയുടെ എല്ലാ കള്ളത്തരങ്ങളും പൊളിയുകയാണ്. ഗോവിന്ദിന് മനസ്സിലാവുകയാണ് നമ്മുടെ നമ്മുടെ അനാർക്കലിയും നമ്മുടെ രാധികാമ്മയും തമ്മിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ ഗോവിന്ദിന് മനസ്സിലാവുകയാണ്. അപ്പോൾ അതേക്കുറിച്ചൊക്കെ നമുക്ക് പറയാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ഗോവിന്ദ് മുറിയിലേക്ക് കയറി വരികയാണ്. മുറിയിലേക്ക് വരുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് ചപ്പാത്തി ഇങ്ങനെ വച്ചിരിക്കുകയാണ്. അപ്പോൾ ചിക്കൻ കറി തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഗോവിന്ദിന് വിഷമം തോന്നുകയാണ്. ഗോവിന്ദ് വിചാരിക്കണം, അയ്യോ കഷ്ടമായിപ്പോയല്ലോ, ഗീതു പാവം, അവൾ ഈ ചപ്പാത്തിയും കറിയും കയ്യിലെടുത്തിട്ട് എന്നോട് കുറേ നേരം ഇങ്ങനെ കണ്ണൊക്കെ ഉരുട്ടി കാണിച്ചതാണ്. അപ്പോഴും എനിക്ക് മനസ്സിലായില്ലല്ലോ ഇത് നമുക്ക് ഒരുമിച്ച് മുറിയിലിരുന്ന് കഴിക്കാമെന്നാണ് അവൾ ഉദ്ദേശിച്ചതെന്ന്. പക്ഷേ എന്തൊരു മണ്ടനാ ഞാൻ എന്നൊക്കെ ഇങ്ങനെ സ്വയം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനുശേഷം ഗോവിന്ദ് ആ ചപ്പാത്തിയും കറിയും കയ്യിലെടുക്കുകയാണ്. എന്നിട്ട് പറയണേ, ഇതെൻ്റെ ഗീതുവിന് എന്നോടുള്ള പ്രണയത്തിൻ്റെ ഉപഹാരമാണ്. അതുകൊണ്ട് തന്നെ ഇതെനിക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് ഞാൻ ഈ ചപ്പാത്തിയെ ഈ ചപ്പാത്തിയെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. ഈ ചിക്കൻ കറി ഉണ്ടല്ലോ, ഇതെൻ്റെ ഹൃദയത്തിലേക്കാണ് ഇതിൻ്റെ വാസന കയറുന്നത് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ മണത്ത് നോക്കുകയാണ്. എരിയെല്ലാം കൂടെ മണ്ടേ കയറി. എന്നിട്ട് കിടന്ന് കഹ കഹ എന്ന് പറഞ്ഞ് കിടന്ന് തുപ്പയും ചീറയും ഒക്കെ ചെയ്യുകയാണ്. എന്നിട്ടാണ് ഗോവിന്ദ് പറയുന്നത്, ഓ ചപ്പാത്തിയുടെ ചിക്കൻ കറി ഇത്തിരി ചളിച്ചു പോയി, എന്നാലും വേണ്ടില്ല, ഗീതുവിൻ്റെ പ്രണയമുണ്ട് ഇതിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദ് ഇങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം നമ്മുടെ ഗീതുവിനാണെങ്കിൽ വിശന്നിട്ട് സഹിക്കാൻ വയ്യ. കിടക്കാനും പറ്റുന്നില്ല, ഇരിക്കാനും പറ്റുന്നില്ല, നിൽക്കാനും പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിലാണ് പുള്ളിക്കാരത്തി. പ്രിയയാണെങ്കിൽ തൊട്ടടുത്ത് കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഗീതുവിനാണെങ്കിൽ ഉറങ്ങാൻ പറ്റുന്നില്ല വിശന്നിട്ട്. പുള്ളിക്കാരി ഇങ്ങനെ വയറിലൊക്കെ ഇങ്ങനെ പൊത്തി പിടിച്ചുകൊണ്ട് കിടക്കുകയാണ്. പുള്ളിക്കാരി പറയുകയാണ്, ഓഹ് വയറ് വിശന്ന് സഹിക്കാൻ വയ്യ, കണ്ണേട്ടനെ ഒപ്പം ഇരുന്ന് കഴിക്കാമെന്നാണ് പറഞ്ഞത്. അതെൻ്റെ മന്ദബുദ്ധിയായ ഭർത്താവിന് മനസ്സിലായില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്? ഇനിയിപ്പോൾ ആഹാരവും കിട്ടില്ല. ഇനി നേരെ മുറിയിലേക്ക് അങ്ങനെ കയറി പോവുകയാണെങ്കിൽ ആരെങ്കിലും അവിടെ വെച്ച് എന്നെ കാണുകയാണെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ആണെന്ന് വിചാരിക്കും. ഇനി അതുകൊണ്ട് എനിക്ക് മുറിയിലേക്കും പോകാൻ പറ്റില്ല. ഇനി താഴെയാണെങ്കിൽ പോയി കിച്ചണിൽ അങ്ങനെ പോയി എടുത്ത് കഴിക്കാമെന്ന് വെച്ചാൽ കാഞ്ചനയൊക്കെ കണ്ടാൽ പറയും, 8 ചപ്പാത്തിയും ചിക്കൻ കറിയും കൊണ്ടുപോയി കഴിച്ചിട്ടും ഒടുക്കത്തെ വയറാണ് എനിക്കെന്ന് പറയും. ഓഹ് എന്തിനാ ഇതൊക്കെ കേൾക്കുന്നത്? ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്? വെള്ളം കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ഇവിടെ വെള്ളവും ഇല്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതു ഇങ്ങനെ ആകെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ പിന്നെ രഞ്ജുവും നമ്മുടെ രേഖയും ആണെങ്കിൽ ഇവർക്ക് പ്രണയിക്കാനുള്ള ഒരു അവസരമൊക്കെ ഒപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും കൂടി പറഞ്ഞ് പ്ലാൻ ചെയ്തൊക്കെ ഇങ്ങനെ വച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഗോവിന്ദ് എന്ത് ചെയ്യുന്നു, ഗീതുവിന് മെസ്സേജ് അയക്കുകയാണ്. അപ്പോൾ ഗീതു പെട്ടെന്ന് ഫോണിൽ മെസ്സേജ് വരുമ്പോഴത്തേക്ക് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് കാണുന്നതെന്ന് വെച്ചാൽ ഗോവിന്ദ് അയച്ച മെസ്സേജാണ്. ഗീതു, എനിക്ക് നിന്നോട് കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, നീ ഒന്ന് പുറത്തേക്ക് വാ, നമുക്ക് പുറത്ത് നിന്ന് സംസാരിക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ ഗീതു പറയാണ്, ഓ എന്നെ പട്ടിണിക്കിട്ട ദുഷ്ടാ, എനിക്ക് നിങ്ങളോട് ഒന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് ഗീതു മെസ്സേജ് അങ്ങോട്ട് എടുത്തിട്ട് ഫോൺ അങ്ങോട്ട് മാറ്റി മെസ്സേജ് ഫോൺ ഓഫ് ആക്കിയിട്ട് അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് ഉടനെ പറയണേ, ഇവളെന്താ ഫോണിൽ മെസ്സേജ് എടുത്ത് നോക്കിയിട്ട് റീപ്ലൈ ഒന്നും തരാത്തത്? ഒന്നുകൂടെ ഇട്ട് കളയാം. എൻ്റെ പ്രിയപ്പെട്ട ഗീതുമോളെ, നീ എനിക്കിപ്പോൾ ഒന്ന് പുറത്തേക്ക് വാ, എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ നിന്നോട് സംസാരിക്കാനുണ്ട്. ഞാൻ നിന്നെ മനഃപൂർവ്വം അല്ല മോളെ, നിന്നെ ഒഴിവാക്കിയതൊന്നും അല്ല. ശരിക്കും എനിക്ക് മനസ്സിലായില്ല, നീ നമ്മൾ ഒരുമിച്ച് ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായില്ല എന്നിങ്ങനെ പുള്ളിക്കാരൻ ടൈപ്പ് ചെയ്ത് അയക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഗീതു അത് പെട്ടെന്ന് മെസ്സേജ് വരുന്നു. ഗീതു അതെടുത്ത് നോക്കുമ്പോൾ ഗീതു പറയണ, ഓ കണ്ണേട്ടാ, ഇല്ല ഞാൻ വരില്ല, എന്തായാലും ഞാൻ പുറത്തേക്ക് വരില്ല, അത്ര കൊള്ളില്ലല്ലോ, എനിക്കാണെങ്കിൽ വിശന്നിട്ട് സഹിക്കാൻ വയ്യ, അങ്ങേരക്കാണെങ്കിൽ പ്രണയ നാടകം എന്ന് പറഞ്ഞിട്ട് ഗീതു ഇങ്ങനെ മനസ്സ് വിചാരിക്കണം, കണ്ണേട്ടാ നിങ്ങളുടെ മനസ്സിരിപ്പൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഗീതു ഇങ്ങനെ ഫോൺ അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കുകയാണ്. അതിനുശേഷം ഇങ്ങനെ എന്തായാലും ചൂട് പതച്ച് കിടക്കാം, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞിട്ട് ഗീതു കിടക്കുകയാണ്. അങ്ങനെ കുറേ സമയം കിടക്കുമ്പോഴത്തേക്ക് ഗീതു ഓർക്കുകയാണ്, പാവം കണ്ണേട്ടായി എന്നെ പ്രതീക്ഷിച്ച് ഇനി പുറത്തേക്ക് അങ്ങനെ പോയി നിന്ന് മഞ്ഞും കൊണ്ടുകൊണ്ട് നിൽക്കുകയാണ് എന്തോ. ഒരു കാര്യം ചെയ്യാം, എന്തായാലും പുറത്തോട്ട് ചെല്ലാം, ഇപ്പോൾ എല്ലാ എണ്ണം ഉറങ്ങി കാണും എന്നും പറഞ്ഞിട്ട് ഗീതു ഇരിക്കുകയാണ്. അതേ സമയത്ത് നമ്മുടെ ഗോവിന്ദാണെങ്കിലുണ്ടല്ലോ, ഗോവിന്ദാണെങ്കിൽ മനസ്സ് വിചാരിക്കുകയാണ്, എല്ലാ എണ്ണവും ഇപ്പോൾ ഉറങ്ങിക്കാണും, ഇത് തന്നെ പറ്റിയ ചാൻസ്, എങ്ങനെയെങ്കിലും പുറത്തേക്ക് കിടക്കണം, എന്നിട്ട് ഗീതുവിനെയും കൂട്ടി സംസാരിക്കണം എന്നും പറഞ്ഞിട്ട് എന്നിട്ട് ഗോവിന്ദ് വിചാരിക്കണം, എന്നോട് ഇങ്ങനെയൊക്കെ അവൾ മെസ്സേജ് അയച്ചിട്ട് അതിൻ്റെ റീപ്ലൈ ഒന്നും തന്നില്ലെങ്കിലും അവൾ എന്തായാലും എന്നെ തിരക്കിയിട്ട് പുറത്ത് തന്നെ ഉണ്ടാവും, എന്തായാലും അവളെ കാണണം എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് നേരെ മുറിക്കകത്തുനിന്ന് നൈസിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ലൈറ്റൊന്നും ഇടാതെയാണ് പോകുന്നത്. അങ്ങനെ പുള്ളിക്കാരൻ ഇങ്ങനെ നടന്നിങ്ങനെ ബാൽക്കണിയുടെ ആ ഭാഗത്തോട്ട് തിരിയുമ്പോൾ നോക്കുമ്പോൾ നടന്നു പോകുന്ന ഗ്യാപ്പിൽ, അതായത് ഗോവിന്ദിന് ഇങ്ങനെ
ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ അതിന് കുറുകയായിട്ട് ഇങ്ങനെ വരുണ് ഒരു കസേരയിട്ട് കാലും പൊക്കി വെച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഉടനെ വരുണിനെ കാണുമ്പോഴത്തേക്ക് ഗോവിന്ദ് ഇവന് ഉറക്കവും ഇല്ല, ഇവൻ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത് എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. അതിനുശേഷം വരുണിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കണം, നീ എന്താണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് ചോദിക്കണം. അപ്പോൾ വരുൺ പറയണേ, ഏട്ടാ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ ദിവസം മുഴുവനും ഇവിടെ നേരം വെളുക്കുന്നത് വരെ ഇതുപോലെ ഇവിടെ ഇങ്ങനെ ഇരിക്കണമെന്ന് അമ്മ എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അല്ല ഏട്ടാ എങ്ങോട്ട് പോവുക? ഒന്നുമില്ല, നീ ഇവിടെ ഇരിക്കുന്നത് കണ്ടുകൊണ്ട് നീ എന്തിനാ ഇരിക്കുന്നതെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. എന്നാൽ അപ്പോൾ ചേട്ടൻ എന്നെ കണ്ടല്ലോ, ഏട്ടൻ പോയി കിടന്ന് ഉറങ്ങ് എന്നിങ്ങനെ പറയണം. അങ്ങനെ ഗോവിന്ദ് നേരെ മുറിയിലേക്ക് വരികയാണ്. അങ്ങനെ ഗോവിന്ദനാണെങ്കിൽ ഒരു മനസ്സമാധാനമില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ. എന്നിട്ട് ഗോവിന്ദ് നേരെ വീണ്ടും വെളിയിലേക്ക് ചാടുകയാണ്. എന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് താഴേക്ക് നോക്കുമ്പോൾ താഴെ നിന്നിട്ട് മുകളിലോട്ട് നോക്കുകയാണ് നമ്മുടെ രേഖയും രഞ്ജു. അപ്പോൾ രേഖയും രഞ്ജുവും കൂടി പറയണം, ഓഹോ വരുണേട്ടൻ അവിടെ ഇരിക്കുന്നത് ഗോവിന്ദേട്ടന് തടസ്സം ഉണ്ടാക്കാനാണ്. രാധികാമ്മയായിരിക്കും മിക്കവാറും വരുണേട്ടനെ അവിടെ തന്നെ ഇരുത്തിയിട്ടുള്ളത്. എന്തായാലും വരുണേട്ടനെ എങ്ങനെയെങ്കിലും അകത്ത് കൊണ്ടുപോയി കിടത്തണം, എന്നാലേ ഗോവിന്ദേട്ടന് ഗീതവുമായിട്ട് സല്ലപിക്കാൻ പറ്റൂ. എന്തായാലും 2 ഇണക്കുരുവികളല്ലേ, അവരുടെ ഇന്നത്തെ ആഗ്രഹം നമ്മൾ കൂടെ നിന്ന് സാധിച്ചു കൊടുക്കണം എന്നിങ്ങനെ പറയുകയാണ്. വരുണേട്ടനെ മയക്കി കിടത്താനുള്ള സൂത്രമൊക്കെ എൻ്റെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേഖ നേരെ അടുക്കളയിലേക്ക് പോവുകയാണ്. ഗ്യാസ് കത്തിക്കുകയാണ്, പാലടുപ്പിൽ വെച്ച് തിളപ്പിക്കുകയാണ്. അങ്ങനെ നമ്മുടെ രേഖയുടെ പതിവ് പരിപാടി നടത്തുകയാണ് രേഖ. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് എന്നിട്ട് രഞ്ജു ചോദിക്കണേ, അയ്യോ ചേച്ചി ഇത് എന്താ കാണിക്കുന്നത്? എൻ്റെ ഭർത്താവിനെ മയക്കി കിടത്താനുള്ള ചില മയക്ക് പൊടികളൊക്കെ എൻ്റെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പാല് ഗ്ലാസ്സിലേക്ക് പകരുകയാണ്. എന്നിട്ട് അതിനകത്ത് ഉറക്ക ഗുളിയെ പൊടിച്ചത് ഇട്ടിട്ട് ഇളക്കിയെടുക്കുകയാണ്. അപ്പോൾ രഞ്ജു പറയാണ്, എൻ്റെ ചേച്ചി ഇതൊക്കെ കൊടുത്താലുണ്ടല്ലോ അങ്ങേരെങ്ങാനും അണഞ്ഞു പോയാലുണ്ടല്ലോ സമാധാനം നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ രേഖ പറയണേ, എൻ്റെ രഞ്ജു ഇതൊന്നും എനിക്ക് പുത്തരിയൊന്നും അല്ല, ഇതൊക്കെ ഞാൻ ഇടയ്ക്ക് കൊടുക്കുന്നതാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി അങ്ങേർക്ക് എന്തെങ്കിലും സംഭവിച്ചാലും നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് നമ്മുടെ രേഖ ആ പാലും കൊണ്ട് മേലോട്ട് ചെല്ലുകയാണ്. മേലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ വരുൺ അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ നൈസിന് വരുണിനെ വശീകരിച്ച് അങ്ങ് അകത്തേക്ക് കൊണ്ടുപോവുകയാണ് നമ്മുടെ രേഖ. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഗീതുവാണ്. ഗീതു മനസ്സിൽ വിചാരിക്കുകയാണ്, എങ്ങനെയെങ്കിലും പുറത്തിറങ്ങിയേ പറ്റൂ, കണ്ണേട്ടൻ എന്തായാലും മഞ്ഞും കൊണ്ട് അവിടെ നിൽക്കുകയാണ്, അത് അനുവദിച്ചുകൂടാ, എന്തൊക്കെയാണെങ്കിലും അദ്ദേഹം എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഗീതു ഇങ്ങനെ ലൈറ്റൊന്നും ഇടാതെ പ്രിയമോള് ഉണരാതെ നൈസിന് വന്നിട്ട് വാതിൽ തുറക്കുകയാണ്. വാതിൽ തുറന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് കാണുന്നത് നമ്മുടെ കാഞ്ചന അതേ ഇങ്ങനെ നടാന്ന് പറഞ്ഞ് കിടക്കുകയാണ്. അങ്ങനെ കാഞ്ചനയുടെ കാലിൽ കയറി തട്ടുകയാണ് ഗീതു. അങ്ങനെ കാഞ്ചന ചാടിപ്പറിച്ച് എഴുന്നേൽക്കുകയാണ്. എന്നാ എന്ന് പറഞ്ഞിട്ട് വായെടുക്കുകയാണ്. അപ്പോൾ ഉടനെ ഗീതു വയ്ക്കണം, കാഞ്ചനയൊക്കെ എന്തിനാണ് ഇവിടെ വന്ന് കിടക്കുന്നത്? അപ്പോൾ കാഞ്ചന പറയണേ, എൻ്റെ അടുത്ത് രാധിക മാമി പറഞ്ഞു ഇന്നത്തെ ദിവസം ഇവിടെ തന്നെ കിടക്കണം, നേരം വെളുക്കുന്നത് വരെ. ഇവിടെ നിന്ന് ചിലരൊക്കെ പുറത്തോട്ടും അകത്തോട്ടൊക്കെ ചാടാനും പോടാനും ഒക്കെ സാധ്യതയുണ്ട്, അതുകൊണ്ട് എന്നോട് ഇവിടെ തന്നെ കിടക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ ഗീതു പറയണ, കാഞ്ചനേക്കാ എന്ന് പറഞ്ഞിട്ട് ഗീതു അകത്തേക്ക് കയറുകയാണ്. അങ്ങനെ വാതിൽ കുറ്റിയിടുകയാണ്. അപ്പോൾ അതിന് ശേഷം എന്ന് വെച്ചാൽ നമ്മുടെ കാഞ്ചന പായൊക്കെ പറക്കിയിട്ട് ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ കിടക്കണ്ട, അവിടെ താഴെ ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് കാഞ്ചന അങ്ങോട്ടേക്ക് മാറിപ്പോവുകയാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ഗോവിന്ദാണെങ്കിൽ താഴേക്ക് ഇറങ്ങി പോവുകയാണ്. ഗീതു പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ രേഖയുടെ മുറി തുറന്ന് കിടക്കുകയാണ്. രേഖയുടെ മുറി തുറന്ന് കിടക്കുമ്പോൾ അവിടെ ഇങ്ങനെ വരുണ് ബോധം കെട്ടി കിടന്ന് ഉറങ്ങുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഗോവിന്ദ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങി പെട്ടെന്ന് തന്നെ ആരും കാണാതെ തന്നെ താഴേക്ക് വരികയാണ്. താഴേക്ക് വന്നിട്ട് ഗീതുവിൻ്റെ മുറി തിരക്കി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ മുറി തിരക്കി നടക്കുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ കാഞ്ചന അവിടെ ഇരുന്നിട്ട് അടുത്തേക്ക് വരരുത്, യാറും വരരുത് എന്ന് പറഞ്ഞിട്ടൊക്കെ ഭൂതം പ്രേതം പിശാച് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കാഞ്ചന പിച്ചും പേയും പറയുകയാണ്. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ പെട്ടെന്ന് നോക്കുകയാണ്, ഇതെന്താ ഇവളെന്താ ഇവിടെ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഉടനെ ഗോവിന്ദന് മനസ്സിലായി നമ്മുടെ കാഞ്ചന അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോവുകയാണ്. ഉറക്കത്തിൽ സ്വപ്നം കണ്ട് എന്തൊക്കെയോ വിളിച്ച് പറയുകയാണെന്നുള്ള കാര്യം പുള്ളിക്കാരന് മനസ്സിലായി. അങ്ങനെ നമ്മുടെ ഗോവിന്ദ് പെട്ടെന്ന് മുട്ടുകാലിൽ എഴഞ്ഞ് ആരും കാണാതെ തന്നെ, അതായത് കണ്ണ് തുറക്കുവാണെങ്കിൽ ഉടനെ പെട്ടെന്ന് കാഞ്ചന കാണാതിരിക്കാനാണ് മുട്ടുകാലിൽ എഴഞ്ഞ് നേരെ ഗീതുവിൻ്റെ മുറിയുടെ അവിടെ വന്ന് തട്ടുകയാണ്. അങ്ങനെ തട്ടിയിട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ലൈറ്റ് ഇടുകയാണ്. ലൈറ്റ് കത്തുകയാണ്. ലൈറ്റ് കത്തുമ്പോഴത്തേക്ക് ഗോവിന്ദ് ഇത്രയും നേരം വെട്ടമൊന്നുമില്ലായിരുന്നല്ലോ, ഇത് എവിടെ നിന്ന് വന്ന് വെട്ടം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ താഴെറ്റം തൊട്ട് മോളറ്റം വരെ നോക്കുമ്പോൾ ഇങ്ങനെ പർവ്വതം കണക്ക് നിൽക്കുകയാണ് മുന്നിൽ നമ്മുടെ രാധികാമ്മയെ കാണുമ്പോൾ ഉടനെ ഗോവിന്ദ് ചമ്മിപ്പോവുകയാണ്. അപ്പോൾ രാധികാമ്മ ചോദിക്കുകയാണ്, എന്താടാ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ആ മുട്ടുകാലിൽ എഴഞ്ഞ ഭാവത്തിൽ തന്നെ ഗോവിന്ദ് ഇങ്ങനെ രാധികാമ്മയെ നോക്കിയിട്ട് പറഞ്ഞു, അമ്മേ എന്നെ അനുഗ്രഹിക്കൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ രാധികാമ്മ പറയണേ, നീ എന്തായാലും അമ്മയെ എന്നെ അനുഗ്രഹിക്കൂ എന്നല്ലേ പറഞ്ഞത്,
എന്നെ അനുഗ്രഹിക്കൂ അച്ഛാന്ന് പറഞ്ഞില്ലല്ലോ, അതെന്തായാലും ഭാഗ്യമായി എന്നിങ്ങനെ പറയണം. നിനക്കെന്താടാ ഇവിടെ മുട്ടുകാലിലേക്കും, എന്താടാ നിൻ്റെ പ്രശ്നം എന്താണ് എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ ഗോവിന്ദ് പെട്ടെന്ന് തറയിലൊക്കെ ഇങ്ങനെ തപ്പിയിട്ട് അമ്മേ അതെ അമ്മ എൻ്റെ ഒരു ടാബ്ലറ്റ് തന്നിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇവിടെ എവിടെയോ പോയി, ഞാൻ അത് തപ്പുമായിരുന്നു എന്ന് പറയണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു ഗ്യാപ്പിലേക്ക് ഗീതു വാതിൽ തുറന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഗീതുവിനെയും കൈയോടെ പിടികൂടുകയാണ്. അപ്പോൾ ഉടനെ തന്നെ രാധികാമ്മ പറയണം, നിനക്കൊക്കെ അല്ലെങ്കിൽ 2 ടാബ്ലറ്റിൻ്റെ കുറവുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ ഗീതു അയ്യോ ചളമായി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ രാധികാമ്മ പറയുകയാണ്, ഞാൻ എന്തായാലും നിനക്കുള്ള ടാബ്ലറ്റ് ഞാൻ റെഡിയാക്കി വെക്കുന്നുണ്ട് എന്നിങ്ങനെ ഗോവിന്ദിനോട് പറഞ്ഞിട്ട് രാധികാമ്മ ഒറ്റൊരു പോക്കങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്ക് ഗോവിന്ദ് നാണം കിട്ടു. അപ്പോൾ ഉടനെ ഗീതു ഇങ്ങനെ നോക്കിയിട്ട് ഗോവിന്ദനോട് പറഞ്ഞു, സമാധാനമായില്ല കണ്ണേട്ടൻ്റെ, ബാക്കിയുള്ളവരെ കൂടി നാണം കെടുത്താനായിട്ട് എന്ന് പറഞ്ഞിട്ട് ഗീതു പെരയ്ക്കകത്ത് കയറി കഥകും അങ്ങ് കുറ്റിയിടുകയാണ്. അപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് ഗോവിന്ദ് ഇങ്ങനെ ഒരു വിളി കേൾക്കുകയാണ്. നമ്മുടെ കാഞ്ചന വിളിക്കുന്നത് മാമാ എന്ന് വിളിക്കുകയാണ് കാഞ്ചന. അപ്പോൾ പെട്ടെന്ന് ഗോവിന്ദ് ഇങ്ങനെ ചുറ്റും നോക്കുമ്പോൾ നമ്മുടെ കാഞ്ചന അവിടെ എങ്ങും കാണുന്നില്ല. പെട്ടെന്ന് തന്നെ ഗോവിന്ദ് ഇങ്ങനെ താഴേക്ക് നോക്കുമ്പോഴത്തേക്ക് തറയിൽ ഇങ്ങനെ മുട്ടുകാലിൽ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ കാഞ്ചന. അപ്പോൾ ചോദിക്കുന്നത്, നീ എന്താടി ഇവിടെ ഇങ്ങനെ? അല്ല മാമ, ഏത് ടാബ്ലറ്റാണ് തറയിൽ പോയത്? എന്ത് കളറാ ടാബ്ലറ്റിന്? ഞാൻ ടാബ്ലറ്റ് തപ്പയാണെന്ന് പറയും. അപ്പോഴും ഗോവിന്ദ് ഈ എടി നിന്നെ ചവിട്ടി കൂട്ടണമെന്ന് പറഞ്ഞ് മുണ്ട് മടക്കി ഇങ്ങനെ കുത്തിയിട്ട് അയ്യേ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ പെട്ടെന്ന് ഇല്ല മോഹൻലാൽ എന്താണ് വിയറ്റ്നാം കോളനിയിൽ കാണിച്ചതുപോലെ പെട്ടെന്ന് മുണ്ടങ്ങ് താത്തിട്ടിട്ട് പെട്ടെന്ന് അങ്ങ് കയറി പോവുകയാണ്. അങ്ങനെ കാഞ്ചന എവിടെയോ ഗുളിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അത് അവിടെ തന്നെ കിടന്ന് തപ്പുകയാണ്. അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ ഹോസ്പിറ്റലാണ്. നമ്മുടെ വരുണാണെങ്കിൽ നമ്മുടെ എന്താണ് നമ്മുടെ അമ്മയുണ്ടല്ലോ, നമ്മുടെ പേര് മറന്നുപോയില്ല, വിലാസിനി. വിലാസിനിക്ക് ചായ കൊടുക്കുകയാണ്. അപ്പോൾ വിലാസിനി പറയണത്, വേണ്ട മോനെ എനിക്ക് മതി ചായ, എനിക്ക് വേണ്ട. അമ്മയ്ക്ക് നേരത്തെ ചായ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ, ഒരു ദിവസം നേരം വെളുക്കുമ്പോൾ തന്നെ 2-3 ചായ കുടിക്കുന്ന അമ്മയ്ക്കാണോ ഇപ്പോൾ ചായ വേണ്ട എന്ന് പറയുന്നത്? അതല്ല മോനെ, എൻ്റെ കുറേ ശീലങ്ങളൊക്കെ ഞാനായിട്ട് എന്നെ മാറ്റാനായിട്ട് ഇരിക്കുകയാണ് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗോവിന്ദും ഗീതുവും കൂടി അങ്ങോട്ടേക്ക് കയറി വരികയാണ്. അപ്പോൾ അമ്മയെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഗീതുവിനെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ വിലാസിനി കരയുകയൊക്കെ ചെയ്യും. അങ്ങനെ ഗോവിന്ദനോട് പറയണ, മോനെ ഒരുപാട് നന്ദിയുണ്ട്, നീ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയണ, അങ്ങനെ ഒന്നും കരുതല്ലേ ആൻറ്റി എനിക്ക് അന്യതാണോ? ആൻറ്റിക്ക് ഒരു കുഴപ്പമില്ല, ആൻറ്റി സമാധാനമായിട്ടിരിക്കുക എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ വിനോദ് പറയണ, അത് ഗോവിന്ദേട്ടാ എത്രയും പെട്ടെന്ന് ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ പോകണമെന്നാണ് അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗോവിന്ദ് പറയണ, വേണ്ട ആൻറ്റി, ഇപ്പോഴൊന്നും വീട്ടിലേക്കൊന്നും പോവണ്ട, അസുഖമൊക്കെ ഭേദമായി ഡോക്ടർ പറഞ്ഞതിന് ശേഷം മാത്രം പോയാൽ മതി. ഇവിടുത്തെ കാര്യങ്ങളൊന്നും ഓർത്ത് ആൻറ്റി വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ആൻറ്റിക്ക് ഇനി ഒരു പ്രശ്നമില്ല, വീട്ടിൽ ചെന്ന് നന്നായിട്ട് റെസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ ഒരാഴ്ച കൊണ്ട് ആൻറ്റി മിടുക്കിയാവും. ആൻറ്റിക്ക് ഒരു കുഴപ്പമില്ല, ഇനി നേരത്തെ വന്ന അസുഖം ഇനി ആൻറ്റിയിലേക്ക് വരേയില്ല, ആൻറ്റി അതൊന്നും ഓർത്ത് വിഷമിക്കേ വേണ്ട എന്നിങ്ങനെ പറയണം. അപ്പോൾ വിലാസിനി പറയണ, എൻ്റെ മോനെ നിനക്ക് എന്നോട് ഇത്രയും സ്നേഹത്തോടു കൂടി സംസാരിക്കാൻ തോന്നുന്നല്ലോ, എനിക്കിതിൽ കൂടുതൽ വേറെ എന്താ വേണ്ടത്? നിന്നോട് ഞാൻ ചെയ്ത തെറ്റുകൾക്കൊക്കെ, ഞാനും അങ്ങേരും ചെയ്ത ആ ഒരു തെറ്റുകൾക്കും കാര്യങ്ങൾക്കൊക്കെ ഞാൻ എൻ്റെ ഈ ജന്മം കൊണ്ട് ഞാൻ പ്രായശ്ചിത്തം ചെയ്തോളാം എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ഗോവിന്ദ് പറയണ, ആൻറ്റി വിഷമിക്കാതിരിക്കുക, ആൻറ്റിക്കൊപ്പം നമ്മളുണ്ട്, കട്ടയ്ക്ക് തന്നെ ഉണ്ട് എന്നിങ്ങനെ പറയണം. അങ്ങനെ ഗീതു വിലാസിനിയുടെ കണ്ണൊക്കെ തുടച്ചു കൊടുത്തിട്ട് ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. എന്നിട്ട് ഗീതു പറയണ, ഇനി ഞാനിവിടെ കുറേ നേരമൊന്നും നിൽക്കുന്നില്ല, ഞാനിവിടെ നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ അമ്മ കരഞ്ഞുകൊണ്ടേയിരിക്കും, അമ്മ ഞാൻ വൈകിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദിൻ്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങുകയാണ് പോകാനായിട്ട്. അതായത് വിലാസിന് കിടന്ന റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോഴത്തേക്ക് നോക്കുമ്പോൾ ഭദ്രൻ അവിടെ കള്ളും കുടിച്ച് കൂസില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഉടനെ ഗീതു എന്നിട്ട് ചോദിക്കണം, അച്ഛനിപ്പോൾ എന്താ അച്ഛൻ്റെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയത്? അമ്മ ഇത്രയും വയ്യാണ്ട് അകത്ത് കിടക്കുമ്പോൾ അച്ഛൻ എങ്ങനെ തോന്നുന്നു ഇങ്ങനെ കള്ളും കുടിച്ച് കൂത്താടി നടക്കാനായിട്ട് എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ ഭദ്രൻ പറയണം, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ലേ, ഞാനിങ്ങനെ നിൻ്റെ അമ്മയുടെ അടുത്തിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഗോവിന്ദനാണെങ്കിൽ പിന്നെ ഭദ്രനെ കാണുമ്പോൾ പിടിക്കുന്നില്ല. ഗോവിന്ദ് പറയണം, ഗീതു നിങ്ങൾ സംസാരിച്ചിട്ട് വാ, ഞാൻ പുറത്ത് നിൽക്കാമെന്ന് പറയണം. അപ്പോൾ ഗീതു കൈക്ക് പിടിച്ചിട്ട് പറയണം, കണ്ണേട്ടൻ ഇവിടെ നിൽക്കി, നമുക്ക് ഒരുമിച്ച് പോയാൽ മതി എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം ഗീതു പറയണം, അച്ഛനെ തിരക്കി ഞാൻ കുറച്ച് നാളുടെ അച്ഛനെ അന്വേഷിക്കുകയായിരുന്നു, എന്നിട്ട് അച്ഛനെ വാക്കിന് എനിക്ക് സംസാരിക്കാൻ കിട്ടിയില്ല, പിന്നെ ഞാൻ എന്നെ വിട്ടുപോവുകയും ചെയ്തു. അച്ഛനെ ഇന്നാളൊരു ദിവസം രാത്രിയിൽ ഒരു സ്ത്രീ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ വിളിക്കുന്നത് നീ എങ്ങനെ അറിയാനാണ്? ഏതാ സ്ത്രീ? കണ്ണേട്ടൻ്റെ ഫോണിലാണ് വിളിച്ചത്, എൻ്റെ ഫോണിലല്ല. അപ്പോൾ കണ്ണേട്ടൻ നല്ല ഉറക്കത്തിലായിരുന്നു, അപ്പോൾ ഞാൻ ആ ഫോൺ എടുത്തത്. ഏതാ സ്ത്രീ?
എനിക്കവരുടെ പേരൊന്നും അറിയില്ല. അവർ വിളിച്ചിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ അവർ രാത്രി 9 മണിക്ക് വിളിച്ചു എന്നുള്ള കാര്യം എൻ്റെ അച്ഛനോടും ഭദ്രനോടും അതുപോലെ എൻ്റെ നിലവിലുള്ള അമ്മായി അമ്മയോടും പറയണമെന്നാണ് പറഞ്ഞത് എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോഴത്തേക്ക് ആരാ സ്ത്രീ? അനാർക്കലിയാണോ? അവളായിരിക്കും, അവളെ ആ ചതികളൊക്കെ ചെയ്യുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഭദ്രം അവ്യക്തമായ രീതിയിൽ സംസാരിക്കണം. ഗീതുവിനൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഗോവിന്ദ് ഞെട്ടിപ്പോവാണ്. ഗോവിന്ദ് ചോദിക്കണം, നീ എന്നിട്ട് എന്താ എന്നോട് പറയാതിരുന്നത്? കണ്ണേട്ട അതേക്കുറിച്ചൊന്നും എന്നോട് പറയണ്ട, അതൊക്കെ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇരുന്നത്. അപ്പോൾ കണ്ണേട്ട അവിടെ എന്തുപോലെ ഓരോന്ന് കാണിച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ഭദ്രൻ പറയാണ്, അവൾ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ആ അനാർക്കലി ചതിയും വഞ്ചനയും കള്ളത്തരവും എല്ലാം കയ്യിൽ വച്ചുകൊണ്ട് നടക്കുന്നവളാണ് അവൾ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ എന്നിട്ട് ഭദ്രൻ പറയണം, അല്ലെങ്കിൽ തന്നെ അവളെന്തിനാ എന്നെ തിരക്കുന്നത്? എന്നെ തിരക്കേണ്ട കാര്യം എന്താ? അവൾ രാധികാമ്മയെ തിരക്കിയാൽ പോരെ? അവരല്ലേ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗോവിന്ദ് ചോദിക്കണം, അതിന് ഗോവിന്ദ് ഞെട്ടിപ്പോവാണ് അത് കേൾക്കുമ്പോൾ. ഗോവിന്ദ് ചോദിക്കണം, അതിന് രാധികാമ്മയും അനാർക്കലിയുമായിട്ട് എന്താ ബന്ധം എന്നിങ്ങനെ ചോദിക്കണം. ഗോവിന്ദ് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ഭദ്രൻ പറയണം, അതൊന്നും എനിക്കറിയത്തില്ല, എനിക്കെന്തായാലും അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. അത് ഇപ്പോഴത്തെ ബന്ധമായാലും പഴയ ബന്ധമായാലും അത് വല്ലതും അറിയണമെന്നുണ്ടെങ്കിലേ എൻ്റെ മരുമോനൊരു കാര്യം ചെയ്യും, വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് ഭദ്രൻ അങ്ങ് പോവുകയാണ്. പെട്ടെന്ന് തന്നെ ഗോവിന്ദ് ഓർക്കുകയാണ് വിജയലക്ഷ്മി അറയ്ക്കൽ വന്നിട്ട് പറഞ്ഞ സംഭവം. നിൻ്റെ രാധിക നീ വിചാരിക്കുന്ന കണക്കുള്ള ആളല്ല, അവൾ ജയിലിൽ പോയിട്ട് എന്തിനാണ് അനാർക്കലിയെ കണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഗോവിന്ദിനോട് പിന്നെ നേരത്തെ വിജയലക്ഷ്മി ചോദിച്ചത് ഗോവിന്ദ് പെട്ടെന്ന് ഓർക്കുകയാണ്. അങ്ങനെ അപ്പോഴത്തേക്ക് ആ സമയത്തിന് ഗീതു ഗോവിന്ദിനോട് ചോദിക്കുകയാണ്, അവരാരായി അനാർക്കലി എന്ന് ചോദിക്കുമ്പോൾ ഗോവിന്ദ് ചോദിക്കുകയാണ്, നീ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നീ എന്തിനാ ഇങ്ങോട്ട് അന്വേഷിക്കുന്നത്? നിനക്ക് എന്തിൻ്റെ കേടാണ് എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ ഗീതു പറയണം, അല്ല ഇനി അടുത്ത നിഗൂഢതയായിരിക്കും. ഓരോ നിഗൂഢതകളുടെയും ചുരുൾ ഞാനിങ്ങനെ അഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുതിയത് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് പുതിയ സംഭവമൊന്നും അല്ലല്ലോ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗോവിന്ദ് ചോദിക്കണം, എന്ത് നിഗൂഢതയാണ് നീ അറയ്ക്കൽ വീട്ടിൽ കണ്ടത് എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ ഗീതു പറയണം, വേറെന്താ പാട്ടുകാരി വിജയലക്ഷ്മി ആരാണെന്നറിയാൻ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണെന്നോ കണ്ടുപിടിച്ചത്. ഉടനെ ഗോവിന്ദ് ഞെട്ടിപ്പോവാണ്. ഗോവിന്ദ് ചോദിക്കണം, നീ എന്താ കണ്ടുപിടിച്ചത്? അവരമ്മയാണെന്ന് കണ്ടുപിടിച്ചു. പുള്ളിക്കാരൻ അപ്പോഴും വീണ്ടും ഞെട്ടി. അപ്പോൾ അമ്മയോ? ഏതമ്മ? ഉടനെ തന്നെ ഗീതു പറയാണ്, വേറെ ഒരു അമ്മയല്ല, രഞ്ജുവിൻ്റെ അമ്മയാണെന്ന് കണ്ടുപിടിച്ച കാര്യമാണെന്ന് പറയണം. അങ്ങനെ പുള്ളിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. അത് കേട്ടപ്പോഴത്തേക്ക് പിടിക്കപ്പെട്ടില്ലല്ലോ എന്നൊരു സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ എപ്പിസോഡ് തീരുകയാണ്. അങ്ങനെ എന്തൊക്കെ പറയാനും ഗീതാഗോവിന്ദം സീരിയലിൽ നല്ലൊരു എപ്പിസോഡായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തേക്കുക. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബായ്.